എഫും യു ഡി എഫും. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം ഈ രണ്ട് ശക്തികൾക്കിടയിലാണ് കറങ്ങുന്നത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അതിശക്തമായ സ്വാധീനമുള്ള ഒരു കക്ഷി ഈ രണ്ട് മുന്നണി രാഷ്ട്രീയത്തെയും പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിൽ ഒരു MP സീറ്റ് നേടാൻ 60 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്ന ഒരു കക്ഷി കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റം ചെറുതല്ല. എങ്ങനെയാണ് BJP കേരളത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്? ഇതിന് പിന്നിലെ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ട് ഇപ്പോഴും കേരളം അവർക്കൊരു ദുർഘട പാതയായി തുടരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ മുൻഗാമിയായ ഭാരതീയ ജനസംഘത്തിന് കേരളത്തിൽ ഒരു കാലത്തും ശക്തമായ അടിത്തറ ഉണ്ടായിരുന്നില്ല. 1980-ൽ BJP രൂപീകരിച്ച ശേഷവും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 1980-കളിലും 90-കളിലും BJPക്ക് ലഭിച്ചിരുന്നത് കേവലം 4 മുതൽ 6% വോട്ടുകൾ മാത്രമായിരുന്നു. ഇത് മറ്റ് ദേശീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. 1990-കളിൽ അവർ രൂപീകരിച്ച പല പ്രാദേശിക സഖ്യങ്ങളും വിജയിച്ചില്ല എന്ന് വേണം പറയാൻ. അതേസമയം 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി BJPയുടെ വോട്ട് വിഹിതം 10% കടക്കുന്നത്. അതായിരുന്നു ഇവരുടെ ആദ്യ മുന്നേറ്റം. എന്നാൽ 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വീണ്ടും കുറയുകയുണ്ടായി. ദ്വിമുന്നണി രാഷ്ട്രീയം കാരണം, അതായത് LDFനോ UDFനോ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം വോട്ടർമാർക്ക് ഒരു മൂന്നാം ഓപ്ഷൻ ഇല്ലാതിരുന്നത് ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഒരു ട്വിസ്റ്റ് ഇതിനിടയിലുണ്ടായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചിത്രമങ്ങ് മാറി തുടങ്ങി. പിന്നീട് കണ്ടത് തന്ത്രപരമായ വളർച്ചയാണ്. ത്രികോണ മത്സരം. 2014-ന് ശേഷം ദേശീയ തലത്തിൽ നരേന്ദ്രമോദി തരംഗം ആഞ്ഞടിച്ചപ്പോൾ BJP കേരളത്തിൽ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിച്ചു തുടങ്ങി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10.6% വോട്ട് വിഹിതം നേടി പാർട്ടി ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ O രാജഗോപാൽ വിജയിച്ചതോടെ BJP നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നു. പിന്നീട് BJPയുടെ തന്ത്രം തന്നെ അങ്ങ് മാറി. കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരം, മഞ്ചേശ്വരം, തൃശൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം വരുമ്പോൾ മറ്റു മുന്നണികളിലെ വോട്ടുകൾ വിഭജിക്കപ്പെടുകയും അത് തങ്ങൾക്ക് അനുകൂലമാകുകയും ചെയ്യും എന്നവർ മുൻകൂട്ടി കണ്ടു. അതുപോലെ തന്നെ സമുദായ നേതാക്കളെ ആകർഷിക്കാനും അവർ ശ്രമിച്ചിരുന്നു. SNDP, NSS പോലുള്ള പ്രബല സമുദായ സംഘടനകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളും അവർക്ക് അനുകൂലമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്ക് കേരളത്തിൽ വലിയ പ്രചാരണം നൽകി. വികസന വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാനും അവർ മറന്നിരുന്നില്ല. ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ കേരളത്തിലേക്ക് പിടിച്ചുപറ്റാനും നമ്മളെ കേരളത്തിലുള്ള BJP നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കണ്ടിരുന്നു. ഇത് പാർട്ടിയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നേടിയ വിജയം കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് അപ്രാപ്യമല്ല എന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട് BJPക്ക്. വളർച്ചയുടെ സൂചനകൾക്കിടയിലും BJPയുടെ മിഷൻ കേരള മുന്നോട്ടു പോകാൻ പ്രയാസമുണ്ടാക്കുന്ന നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നു. അതിലാദ്യത്തേത് സംഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയായിരുന്നു. കേരളത്തിലെ പാർട്ടിയിൽ ശക്തമായ ഗ്രൂപ്പിസവും നേതൃത്വ പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട്. ഇത് താഴെ തലത്തിലുള്ള പ്രവർത്തകരുടെ മനോവീര്യത്തെ ബാധിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് വിശ്വസ്തതയുടെ കുറവാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടിയായി പലപ്പോഴും പൊതുജനം അതിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വോട്ടുകൾ പാഴാക്കാതിരിക്കാൻ പലരും വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് തോൽക്കുന്നവർക്ക് വോട്ടില്ല എന്ന കേരളത്തിലെ രാഷ്ട്രീയ മനഃശാസ്ത്രം. ന്യൂനപക്ഷ അവിശ്വാസമാണ് അടുത്തത്. കേരളത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് ഇപ്പോഴും വിശ്വസ്തത കുറവാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിന് വലിയ വിജയം കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്തത് മുന്നണി രൂപീകരണത്തിലെ പരാജയമാണ്. പ്രാദേശിക പാർട്ടികളെയോ ഏതെങ്കിലും സാമുദായിക കക്ഷികളെയോ ഒപ്പം ചേർത്ത് ഒരു ശക്തമായ NDA മുന്നണി കേരളത്തിൽ രൂപീകരിക്കാൻ ഇതുവരെ BJPക്ക് കഴിഞ്ഞിട്ടില്ല.
ഇനി ഭാവിയിലേക്ക് BJP എന്തൊക്കെയാണ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. BJPക്ക് കേരളത്തിൽ MLA-മാരെയും MP-മാരെയും ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു ചരിത്രപരമായ വഴിത്തിരിവാണ്. എന്നാൽ ഈ വിജയം സംസ്ഥാന തലത്തിൽ ഒരു ഭരണശക്തിയായി മാറാനുള്ള സാധ്യതകളിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. അവരുടെ മുന്നിലുള്ള പാത വ്യക്തമാണ്. ശക്തമായ പ്രാദേശിക നേതൃത്വം, ഗ്രൂപ്പ് വഴക്കുകൾ അവസാനിപ്പിക്കൽ, വിശ്വസ്തത വർദ്ധിപ്പിക്കൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ. എങ്കിൽ മാത്രമേ കേരളത്തിലെ ദ്വിമുന്നണി രാഷ്ട്രീയം പൂർണ്ണമായും ഒരു ത്രികോണ മത്സരത്തിലേക്ക് വഴിമാറുകയുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഈ ട്രെൻഡ് വരും തെരഞ്ഞെടുപ്പുകളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിശദീകരണ വീഡിയോയുമായി വീണ്ടും കാണാം.